ചേട്ടാ നമസ്കാരം. അയ്യോ സോമ, ഇന്ന് ചില്ലറ ആയിട്ടില്ല. അതിന് ചില്ലറ ആര് ചോദിച്ചു? കൊള്ളാലോ. ചില്ലറക്കാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരും. വിഷം തളിച്ച പച്ചക്കറിയാണെന്ന് പറഞ്ഞേ ഒരു സാധനം ഇവിടുന്ന് വാങ്ങിക്കത്തില്ല. വെറും പാഴ്. വിഷമടിച്ച പച്ചക്കറിയാണോ പൊന്നപ്പ? പിന്നെ അയ്യോ, അതൊക്കെ വെറുതെ ചുമ്മാ അന്ധവിശ്വാസമാ. ഇവിടെ കേരളത്തിൽ അങ്ങനെ നടക്കില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. ആ മല്ലി ഒരു ചട്ടി കൂടി. മല്ലി നിനക്ക് 2 ചട്ടി തല വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഒരു ചട്ടി കൊണ്ടുപോവാ. വലിയണ്ട ചുമക്കത്രക്കാകുമ്പോ പോരാ, സാധകം ചെയ്യണം. സോമൻ വരുന്നുണ്ട്, വലിക്കണ കാണണ്ട. സോമനല്ലേ, പെട്രോൾ പമ്പൊന്നും അല്ലല്ലോ. ആ, താൻ അനുഭവിച്ചോ. ബീഡിയാ ജൈവം. ജൈവത്തെണ്ടി. കാലത്തെഴുന്നേറ്റൊരു ബീഡി കൃത്യമായി അങ്ങ് പുകച്ചിടുന്നു. ഏതൊരു ചങ്ങാതി ഗ്രഹത്തിങ്കൽ വന്നാലും ആദ്യത്തെ സൽക്കാരം ബീഡിയാണ്. ബീഡി വലിക്കാത്ത മൂഢന്മാർ ഒന്നിനും താടിയില്ലെന്നു ചിലർ പറയും. കാതിലൊരു മുറി ബീഡി ചേട്ടാ, ഇന്നലെ കാവാലമ്പള്ളിയിലെ കല്യാണത്തിന് ചേട്ടന്റെ ബിരിയാണിയാണെന്ന് കേട്ടല്ല? അതെ, നമ്മുടെ കാറ്ററിംഗ് ആയിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നല്ലേ? സജിയെ, നീ എന്നതാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ അതല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ജാനകി ഉണ്ടാക്കിയ സ്പെഷ്യൽ കലക്കൻ ബിരിയാണി. ആണോ? എന്നാ ഒരു മുട്ടൻ പീസും കൂടി കൊടുക്കണ്ട. അല്ലേ കൊടു, കുറ്റം പറയാനുള്ളതല്ലേ. ആവശ്യമുള്ള കഴിച്ചാൽ പോരാ സഹിച്ചേട്ടാ, വെറുതെ തന്നെ കൊളസ്ട്രോൾ കൂട്ടുന്ന. നീ ഇവിടെ ഉണ്ടായിരുന്ന? ഇയാള് കഴിക്കുന്നില്ലേ? ഓ ചേച്ചിയൊന്നും വിചാരിക്കല്ലേ, ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. എനിക്കുള്ള ഭക്ഷണം ഞാൻ കയ്യിൽ കരുതാറാ പതിവ്. മോനെ, ഇത് നമ്മുടെ സ്വന്തം കാറ്ററിംഗിലെ ഫുഡാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അയ്യോ വേണ്ട ചേട്ടാ. സോമനെ നിർബന്ധിക്കണ്ട, ഇവൻ ജൈവനാ. കൊള്ളാം കൊള്ളാം. ഞങ്ങളെ കിട്ടണം കേട്ടോ, എന്നെ കിട്ടണം. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇവന്മാര് കാലത്ത് തന്നെ തുടങ്ങിയല്ലോ മാരണങ്ങള്. ഇവന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇവിടെ കിടന്ന് വട്ടം കറങ്ങാതെ എല്ലാരും സ്കൂളിൽ പോകാൻ നോക്കടാ. അയ്യോ, ഇതിന്റെ ഒരു തൈ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നാ ആന്റി. ആന്റിയോ? ചുമ്മാ ഫീലാക്കാതടാ, അമ്മച്ചിക്ക് ദേഷ്യം വരും. അമ്മച്ചി നിന്റെയൊക്കെ നല്ല കവളം മടൽ വെട്ടി ചന്തിക്ക് നല്ല അടിയാണ് കൊടുക്കേണ്ടത്. ആ പ്രിൻസിപ്പാളിനെ ഞാനൊന്ന് കാണട്ടെ. ഒരൊറ്റ എണ്ണത്തിന് ഇനി ഇവിടെ കൊണ്ടുപോകരുത്. എന്താ കാര്യം? അതൊരു കുണ്ടി പ്രശ്നം. അല്ല, കുറച്ചു കാലം മുമ്പ് സേവന വാരത്തിന് അവിടെ ഉണ്ടായിരുന്ന കാടൊക്കെ വെട്ടിത്തെളിച്ചു. അന്ന് മുതല് ആ കുണ്ടി വരെ നമുക്കൊരു തലവേദനയാ. എന്നാ പിന്നെ അതങ്ങ് വെട്ടിക്കളഞ്ഞൂടെ? നല്ല കാര്യമായി. അല്ല, നിങ്ങളുടെ സാറ് കൃത്യസമയത്ത് തന്നെ എത്തുവോ? ആ കാര്യത്തിലൊക്കെ അങ്ങ് കണിശുവാ. ലീവ് അല്ലെങ്കിൽ കൃത്യം 10 മണിക്ക് തന്നെ ഇവിടെ ഉണ്ടാവും. പുറത്ത് ഇത്രയും കാടില്ലല്ലോ. ഓ അതോ, അത് നമ്മുടെ സാറ് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചെടിയാ. ഓക്സിജൻ ചെടിയെന്നോ മറ്റോ ആണ് പറഞ്ഞത്. ഇടയ്ക്ക് അതിന്റെ ഇലയൊക്കെ പറിച്ച് തിന്നത് കാണാം. ഒന്ന് മാറിക്കേ പ്ലീസ്. അതെ ചേട്ടാ, ഞങ്ങളാണ് ആദ്യം വന്നത്. പുറകെ നിൽക്ക്. മോളെ മാറിക്ക്, സാറൊന്ന് കയറിക്കോട്ടെന്ന്. സോറി സർ, ആളറിയാതെ. വരൂ. സോറി സർ, ആളറിയാതെ പറ്റിയതാ. കുഴപ്പമില്ല, PSC അറസ്റ്റ് ചെയ്യാനല്ലേ? അതെ. ഒറിജിനൽ ഏതാ? ഇവിടെ എവിടെ? ഈ പുള്ളി ഇരട്ടാളാണോ? ഇല്ല, എന്ത് പറ്റി? അല്ല, ഇതുപോലൊരു പുള്ളി വീട്ടിൽ വർക്ക് പണിക്ക് വന്നിട്ടുണ്ട്. അതീ പഹയൻ തന്നെയാണ് മോളെ. ഇപ്പോഴത്തെ പിള്ളേര് കാശും കൊടുത്ത് ജിമ്മിൽ പോകും. എന്തിനാ? മസിൽ ഉരുട്ടാൻ. എന്നാ നമ്മുടെ സോമൻ സാറ് പഴയ വാർക്ക കമ്പനിക്കാരെ വിളിക്കുമ്പോഴേ ജിമ്മിൽ പോണ പോലെ അങ്ങ് പോവും. അതിനങ്ങനെ കാശൊന്നും വാങ്ങിക്കുന്നില്ലെന്നാ ഞാൻ കേട്ടത്.